പിന്നെ ഇന്നലെ AICC നടന്ന ആ കോമാളി ഞാൻ എന്ത് പറയാനാണ്. ഞാൻ 20 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. ഒരു എന്താ പറയുക, ഈ രാജ്യം സ്വാഗതം ചെയ്ത ഒരു മഹിള ദേശീയ ഗീതം പാടുമ്പോൾ അത് നിർത്താൻ ശ്രമിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവരുടെ രാഷ്ട്രീയം എന്താണ്, ഇവരുടെ താല്പര്യം എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്. ജനങ്ങളുടെ പേരിൽ എത്ര കൊല്ലം രാഷ്ട്രീയം ചെയ്ത ഈ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. ഇന്ന് പോളിറ്റിക്സിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് ലെവലിലും പോവുക. മുസ്ലിം മുമ്പിൽ പോയി സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. ഭരണഘടനയെതിരെയും നിയമം സംവിധാനത്തിൻ്റെ എതിരെയും പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അല്ല, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രീച്ചാണ്, ലീഗൽ ബ്രീച്ചാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി സ്വോൺ ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നു, പാലിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു ചെറിയ ആളല്ലേ, അതിന് എന്നേക്കാൾ കൂടുതൽ വിദ്വാനായ കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം അത് പരിശോധിക്കും, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ നാട്, ഈ രാജ്യം ഒരു റൂൾ ഓഫ് ലോ പാലിക്കുന്ന രാജ്യമാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ കെയോസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആർക്കും ഗുണം ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് പഠിച്ച് അത് ചെയ്യും. ഇതില് അത് ഹോം മിനിസ്ട്രി അത് പറഞ്ഞു, ഓർഡർ ഹോം മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഗ് ഫോൾഡിങ്ങിന്റെ സമയത്തും അൺഫോൾഡിങ്ങിന്റെ സമയത്ത് ദേശീയ ഗീതവും ദേശീയ ഗാനം പാടണം. അത് നിയമം. ദേശീയ ഗീതം, ദേശീയ ഗാനം. അപ്പോൾ ഇതിൽ നോക്കാം, ഞാനിപ്പോൾ ഇവിടെ ലീഗൽ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെല്ലാവരും ലീഗൽ എക്സ്പെർട്ട് ആയിരിക്കും, നോ ഇഷ്യൂ. നിങ്ങളുടെ ലീഗൽ നോളജ് നിങ്ങൾ വെച്ചോളൂ, നോ ഇഷ്യൂ. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് പരിശോധിച്ച്, ഞാൻ പ്രൈമ ഫേസി പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിയമ ലംഘന നടന്നിട്ടുണ്ട് എന്ന് എനിക്കൊരു സംശയമില്ല. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ലോയേഴ്സിനും ഒരു സംശയമില്ല.